The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back to Social Science class. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും ഒരു ചെറിയൊരു കഥയിലൂടെ തുടങ്ങാം. കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ട്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത, അല്ലേ? ഒരിക്കലൊരു ദരിദ്രനായ കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഒരു കുതിരയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് വിട്ട് ആ കുതിര ഓടിപ്പോയി. ചുറ്റും കൂടിയ ആളുകൾ, നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, ആകെയുള്ള ഒരു കുതിരയായിരുന്നു, ഇയാൾ എന്ത് ഭാഗ്യമില്ലാത്തവനാടോ, നിങ്ങളെ വിട്ട് ആ കുതിര പോയില്ലേ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പോയ കുതിര 3 കാട്ടുകുതിരകളുമായിട്ട് തിരിച്ചു വന്നു. അയാൾക്ക് സന്തോഷമായി. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇയാൾ എന്തൊരു ഭാഗ്യവാനാടോ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ഒരു കുതിരയോടൊപ്പം ഇതാ ഇപ്പോൾ 3 കുതിര കൂടി കിട്ടിയിരിക്കുന്നു. ഭാഗ്യം ചെയ്താൽ ഇയാളെ പോലെ ആയിരിക്കണം. അദ്ദേഹം അപ്പോഴും ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറി കുതിര സവാരിക്ക് പോയി. കാട്ടുകുതിരയാണ്, മെരുങ്ങാത്ത കുതിരയാണേ. ഈ കുതിര ആ യുവാവിനെ തള്ളി താഴെയിട്ടു. കയ്യും കാലും ഒടിഞ്ഞു. ഇത് കണ്ട് അയൽക്കാരും നാട്ടുകാരും പറഞ്ഞു, ഒരു മകനാ ഉള്ളത്, ഒരു കൈയും ഒടിഞ്ഞു കാലും ഒടിഞ്ഞു, നിങ്ങൾ എന്ത് തൊട്ടാലും അത് കഷ്ടകാലമാണല്ലോ, എന്തൊരു ഭാഗ്യമില്ലാത്തവനാണല്ലോ താങ്കൾ. ആ സമയത്താണ് രാജ്യത്ത് ഒരു യുദ്ധത്തിന് ആഹ്വാനമുണ്ടായത്. ഭടന്മാർ ഓരോ വീടും കയറി യുവാക്കന്മാരെ നിർബന്ധപൂർവം പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ കർഷകൻ്റെ വീട്ടിലും ഭടന്മാർ വന്ന് നോക്കി. അപ്പോൾ കണ്ടത് കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്ന മകനെയാണ്. ആ മകനെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. ചുറ്റുമുണ്ടായിരുന്നവരും നാട്ടുകാരും അയാളെ നോക്കി പറഞ്ഞു, താനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ, ഞങ്ങളുടെ എല്ലാ മക്കളെ പിടിച്ചു കൊണ്ടുപോയില്ലേ, ഈ സമയത്ത് താങ്കളുടെ മകൻ മാത്രം സുരക്ഷിതമായി വീട്ടിലുണ്ടല്ലോ, കയ്യും കാലും ഒടിഞ്ഞു എന്നല്ലേ ഉള്ളൂ, താങ്കൾ ഭാഗ്യവാനാണ്. പ്രിയമുള്ള കുട്ടികളെ, ചുറ്റുമുള്ളവർ ഇങ്ങനെ പലതും പറയും, മാറ്റിയും മറിഞ്ഞും ഉത്തരങ്ങൾ പറയും. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് സന്തോഷവും സങ്കടവും, ഭാഗ്യവും നിർഭാഗ്യവുമെല്ലാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ആയതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഉന്നതിയിലേക്ക് നടന്നു നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ സാഹചര്യങ്ങളിലും പൊരുത്തപ്പെട്ട് നല്ല വിജയത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. In the previous class, we learned about Aryans, about Vedic period, Iron Age, Tamilagam and so on. Now, in this chapter, new chapter, 8th chapter, Non-Violence, Wisdom, Power. Let us learn about the human progress and furthermore about it. We all know that humans attained progress through hard work of our ancestors, isn't it? They cleared the forest using iron tools which they invented and worked hard for the progress of their life. We also learned about Aryans who migrated to the river basins of Indus and reached the Gangetic Valley. Today,
let us learn about the result of the Aryan invasion, what all changes happened, etc. അപ്പോൾ നമുക്കിനി പഠിക്കാൻ പോകുന്നത് ആര്യൻസിൻ്റെ വരവോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളാണ് ഈ നിങ്ങളുടെ 8th ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ. By the 6th century BC, several agricultural lands and settlements were formed in the Gangetic Plains. As a result of Aryans' invasion, settlement means people come to live and settle in a place. സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് കുറേ ആളുകൾ ഒരു സ്ഥലത്ത് വന്ന് സ്ഥിരമായി താമസം ഉറപ്പിക്കുക, അതാണ് സെറ്റിൽമെൻറ്റ്. ഓക്കെ. ആസ് എ റിസൾട്ട് ഓഫ് സെറ്റിൽമെൻറ്റ്, ട്രേഡ് സെൻറ്റേഴ്സ് ഡെവലപ്ഡ് ആൻഡ് ഓൾസോ ടൗൺസ്. അങ്ങനെ സെറ്റിൽമെൻറ്റിന് ശേഷമാണ് എന്ത് ഡെവലപ്പായത്? കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ടൗൺസ് സിറ്റീസ് ഇതൊക്കെ ഡെവലപ്പായി. ദീസ് സെറ്റിൽമെൻറ്റ്സ് വിത്ത് newly developed trading centers and towns were known as Janapadas. അപ്പോൾ ഇങ്ങനെ പുതിയതായി ഫോം ചെയ്ത ഈ ട്രേഡിംഗ് സെൻറ്റേഴ്സും ടൗൺസിനെയൊക്കെ പറയുന്ന പേരാണ് എന്ത്? ജനപദാസ്. എന്താണ്? ജനപദാസ്. ഓക്കെ ചിൽഡ്രൻ, വാട്ട് ആർ ജനപദാസ്? സെറ്റിൽമെൻറ്റ്സ് വിത്ത് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആൻഡ് ടൗൺസ് ആർ നോൺ ആസ് ജനപദാസ്. എന്താണ് ജനപദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെറ്റിൽമെൻറ്റ്സ് വിത്ത് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആൻഡ് ടൗൺസ് ആർ നോൺ ആസ് ജനപദാസ്. സെവറൽ ജനപദാസ് എക്സ്റ്റെൻഡഡ് അപ് ടു ഗോദാവരി ബേസിൻ. Among these Janapadas, 16 became prominent and these came to be known as Mahajanapadas. ഈ ജനപദാസിൽ 16 ജനപദാസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനപദാസ്. അപ്പോൾ ആ 16 ജനപദാസിനെ പറയുന്ന പേരാണെന്ത്? മഹാജനപദാസ്. അതിനെ അറിയപ്പെട്ടിരുന്നത് മഹാജനപദാസ് ആണ്. വൺ എമംഗ് ദ മഹാജനപദ വാസ് മഗധ. അതിലെ ഒരെണ്ണം ഫേമസ് ആയിട്ടുള്ള ഒരു ജനപദയാണ് ഇത്? മഗധ എന്ന് പറയുന്ന സ്ഥലം. ഇനി മറ്റു ജനപദാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. The name of some Mahajanapadas are Magadha, Anga, Vaji, Vatsa, Malla, Kosala, Chedi, Panjala, Asmaga, Avanthi, Surasena, Kuru, Matsya, Gandhara and Kamboja. അപ്പോൾ ഈ പേരുകളിലൊക്കെയാണ് ഈ മഹാജനപദാസ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. Now let us learn more about the Mahajanapada, Magadha. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് ഒരു ഫേമസ് ആയിട്ടുള്ള മഹാജനപദയെ കുറിച്ചാണ്. മഗധ എന്നാണ് ആ ജനപദയുടെ പേര്. Magadha had large deposits of iron ore. The use of iron weapons and implements contributed to the growth of Magadha. They use iron axe for clearing dense forests of the Gangetic Plain. They were able to dig hard soil using iron plowshare. പ്ലോഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പ, അതായത് ഭൂമിയൊക്കെ വെട്ടി നിരപ്പാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അണ്ടർ ദിസ് സർക്കംസ്റ്റാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. ദിസ് സ്റ്റിമുലേറ്റഡ് ഓർ encouraged trade and the growth of cities. With the progress of the growth of trade and the cities and agriculture, Magadha attained progress and thereby prosperity. അപ്പോൾ അങ്ങനെ മഗധ ഫേമസ് ആയി തീരുകയും അത് പ്രോസ്പെരിറ്റിയിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ. The progress and prosperity helped Magadha to organize a huge army and conquer the nearby regions. അപ്പോൾ ഈ പ്രോഗ്രസ്സും പ്രോസ്പെരിറ്റിയും ഒക്കെ മഗധയെ മറ്റു രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കാനായിട്ട് സഹായിച്ചു. The rulers of Magadha during their reign annexed other Janapadas to Magadha and thus they made it a large kingdom. അങ്ങനെ മഗധ മറ്റു പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് ഒരു വലിയ കിങ്ഡം, വലിയൊരു രാജവംശമായിട്ട് മാറി.
നമ്മൾ മഹാജനപദാസ് മഗധയെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ, മനസ്സിലാക്കണ്ടേ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മഗധയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് നോക്കാം. ഓക്കെ. With the development of farming, humans began to settle down and live in groups. In the Vedic age, these settlements were known as Janapads, that is, the land where the Jana or tribe has set its foot or settled down. These Janapads mostly developed in the northwest part of India during the Vedic period. The Janapads were small settlements and their main occupation was agriculture. People started growing crops like rice, sugarcane, wheat, barley and mustard. They also made pottery such as painted grey ware. Painted grey ware and other traces of urbanization have been discovered at various sites in northern India. These suggest the existence of Janapads in places like Atranjikhera in Eta in Uttar Pradesh, Hastinapur and sections of Purana Killa in Delhi. As these Janapads grew in population and area, they became more organized and powerful. They were governed by elected kings or king consuls. Often, an existing king of one Janapad would take over other Janapads and proclaim them as his own. Thus evolved the Mahajanapads, which were groups of several Janapads. The kings of these Mahajanapads wanted to protect their territory and display their power. Hence, they converted these agricultural villages into military towns. Forts were built to protect the kingdoms from invasion. Soldiers were deployed and villagers were trained to build these huge brick structures. Not only were the Mahajanapads bigger than the Janapads, they were also economically more prosperous. The people in the Janapads were mostly involved in farming. However, the development of the Mahajanapads meant that the settlers gradually got involved in other functions like warfare and building forts. By the later Vedic period, there were 16 Mahajanapads in the Indian subcontinent. Koshala, Vatsa, Avanti and Magadha were some of the important Mahajanapads during this period. Click each Mahajanapad to learn more. Magadha was one of the most powerful Mahajanapads. Magadha was the center of the two greatest empires of ancient India, Gupta and Maurya. Avanti was a major center of Buddhism. Vatsa had a vast merchant population since its capital Kosambi was a prosperous economic center. Koshala was a great cultural and political center. It was later merged with Magadha. The rulers of Magadha during their reign annexed other Janapadas to Magadha and thus they made it a large kingdom. അങ്ങനെ മഗധയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവരെന്ത് ചെയ്തു? അവരുടെ ജനപദാസിലെ മറ്റു ജനപദാസും കൂടി പിടിച്ചടക്കി അവരുടെ കിങ്ഡം വലിയൊരു രാജവംശമാക്കിയിട്ട് മാറ്റി. ഓക്കെ Children, do you know the factors that helped Magadha to grow as a powerful nation? It was
because of the large deposits of iron ore, growth of agriculture and trade and thereby to organize a huge army. അപ്പോൾ ഈ കാരണങ്ങൾ ഒക്കെ കൊണ്ടാണ് മഗധ ഒരു വലിയ രാജവംശമായിട്ട് മാറിയത്. എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? ബിക്കോസ് ഓഫ് ദ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയേൺ ഓർ. അയേൺ ഓറിൻ്റെ ഒരുപാട് ലാർജ് ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ വളർച്ചയും ട്രേഡിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ആർമിയുടെ വളർച്ചയും. ഇതാണ് മഗധയെ ഒരു വലിയ രാജവംശമാക്കി മാറ്റിയത്. നൗ ലുക്ക് അറ്റ് ദിസ് പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഖ്യാപനം. ഒരു പ്രൊക്ലമേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? This order was passed by King Bimbisara of Magadha against the killing of animals. അപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയത് മഗധയിലെ രാജാവായിരുന്ന ബിംബിസാരയായിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എഗെയിൻസ്റ്റ് ദ കില്ലിംഗ് ഓഫ് അനിമൽസ്. ആ കാലഘട്ടത്തിൽ അനിമൽസിനെ എല്ലാം കൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടായിരുന്നു ആ പ്രൊക്ലമേഷൻ ഉണ്ടായിരുന്നത്. അനിമൽസ് വെർ കിൽഡ് ആസ് എ പാർട്ട് ഓഫ് യജ്ഞ. അതായത് യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ മൃഗബലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയായിരുന്നു അത്. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദിസ് പ്രൊക്ലമേഷൻ. അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് മഗധ. കാറ്റിൽസ് വെർ ദ ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. അല്ലേ, കാറ്റിൽസ് ആയിരുന്നു അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, in those days these cattle were essential for plowing and a source of manure. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കാറ്റിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തിനാ? നിലമുഴുന്നതിനും അതുപോലെ തന്നെ വളത്തിനൊക്കെ വേണ്ടിയിട്ട് കാറ്റിൽസിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ കില്ലിംഗ് ഓഫ് കാറ്റിൽസ് ആസ് ഓഫറിങ് അഫക്റ്റഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഈ മൃഗങ്ങളെയെല്ലാം കൊല്ലാൻ തുടങ്ങിയപ്പോൾ അത് അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. It was on such a situation that King Bimbisara made such a proclamation. അപ്പോൾ ആ സമയത്താണ് ഈ ബിംബിസാര എന്ന് പറയുന്ന രാജാവ് ഇങ്ങനെയൊരു പ്രഖ്യാപനം കൊണ്ടുവന്നത്. It was during this period Buddhism and Jainism, two religions originated. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഈ കാലഘട്ടത്തിലാണ് ബുദ്ധിസവും ജൈനിസവും ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ രൂപം കൊണ്ടത്. Okay, these two religions evolved against the inequalities in the society. അപ്പോൾ ഈ രണ്ട് റിലീജിയനും സമൂഹത്തിൽ നടന്നിരുന്ന അസമത്വത്തിനെതിരെ ആയിട്ട് ഉള്ള ഓരോ നിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. ഓക്കെ, ജൈനിസം വാസ് ഫൗണ്ടഡ് ബൈ വർദ്ധമാന മഹാവീര ആൻഡ് ബുദ്ധിസം ബൈ ശ്രീ ഗൗതമ ബുദ്ധ. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. These two religions emphasized or give importance to അഹിംസ. ഈ രണ്ട് മതവിഭാഗങ്ങളും അഹിംസയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക. Which means not to kill any of the living things. ഒരു ജീവികളെയും കൊല്ലാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. ബുദ്ധ ആൻഡ് മഹാവീര promoted the doctrine of അഹിംസ because of the widespread animal sacrifice. അപ്പോൾ ശ്രീബുദ്ധനും മഹാവീരനും ഈ അഹിംസ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡോക്ട്രിൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. ബോത്ത് ബുദ്ധ ആൻഡ് മഹാവീര പ്രീച്ച്ഡ് ദെയർ ഐഡിയോളജി. ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീവ്സ്, വിശ്വാസങ്ങൾ, ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിലായിരുന്നു അവരത് പ്രചരിപ്പിച്ചിരുന്നത്. മഹാവീര യൂസ്ഡ് ദ ലാംഗ്വേജ് പ്രാകൃത് ആൻഡ് ബുദ്ധ യൂസ്ഡ് പാലി ലാംഗ്വേജ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭാഷകളായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ബോത്ത് മഹാവീര ആൻഡ് ബുദ്ധ വേർ ബോൺ ഇൻ റോയൽ ഫാമിലീസ് ബട്ട് വേർ അൺഹാപ്പി ആൻഡ് വറീഡ് അബൌട്ട് ദ സഫറിങ്സ് ഓഫ് ദ കോമൺ മാൻ. അവർ വലിയ രാജകുടുംബത്തിലാണ് ജനിച്ചിരുന്നെങ്കിലും അവർക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ വിഷമങ്ങളെ ആലോചിച്ച് അവർ വളരെ ദുഃഖിതന്മാരായിരുന്നു. ഓക്കെ, ആൻഡ് ദേ തോട്ട് ഓഫ് ദ വേസ് ടു റിലീവ് ദം ഓഫ് ദെയർ സഫറിങ്സ്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് ആലോചിച്ചു എങ്ങനെ നമുക്ക് ഈ സാധാരണക്കാരുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെ നിന്നും മോചിപ്പിക്കാം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ദേ വാണ്ടഡ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി ആൻഡ് നോട്ട് ടു സഫർ. അങ്ങനെയാണ് അവർ എന്താ പറയുക, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം അല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചതിന് ശേഷം അവർ കുറേ പ്രിൻസിപ്പിൾസൊക്കെ
കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ജെയിൻ പ്രിൻസിപ്പിൾസും ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസും. അപ്പോൾ എല്ലാവരും ആ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ടീച്ചർ ഇപ്പോൾ ഇവിടെ അത് വായിക്കാം. എല്ലാവരും ആ പ്രിൻസിപ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ജെയിൻ പ്രിൻസിപ്പിൾസ്: റൈറ്റ് നോളേജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കോണ്ടാക്റ്റ്. അതായത് ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, നല്ല ശരിയായിട്ടുള്ള സ്വഭാവം, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പറയുന്നത്? ദ വേൾഡ്ലി ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്, ഡിസയർ ഈസ് ദ സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. അതായത് ദ വേൾഡ്ലി ലൈഫ്, അതായത് ഈ ലോകം മുഴുവൻ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അതുമാത്രമല്ല, അടുത്തതായിട്ട് എന്താ പറയുന്നത്? ഡിസയർ ഈസ് ദ സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. അതായത് ആഗ്രഹമാണ് മനുഷ്യൻ്റെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണം എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ കൂടുന്തോറും എന്ത് കൂടുന്ന പറയുന്നത്? ദുഃഖവും കൂടുന്ന പറയുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ കുറയ്ക്കുക, അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും എന്നാണ് ബുദ്ധിസം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി വൺ ക്യാൻ വാർഡ് ഓഫ് സഫറിങ്സ് ഇഫ് വൺ ഫ്രീസ് വൺ സെൽഫ് ഫ്രം ഡിസയേഴ്സ്. സഫറിങ്സ് ഇല്ലാതാവണമെങ്കിൽ ഒരാൾ അയാളുടെ ആഗ്രഹത്തിൽ നിന്നും വിട്ടു നിൽക്കണം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യണം. ഇനി അഡോപ്റ്റിംഗ് ദ 8-fold പാത്ത് ഫ്രീസ് വൺ ഫ്രം ഡിസയേഴ്സ് ആൻഡ് സഫറിങ്സ്. ഈ ബുദ്ധിസം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 8-fold പാത്ത്. 8-fold പാത്ത് എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ മാർഗങ്ങൾ. അതായത് ബുദ്ധിസം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആഗ്രഹങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. ഇനി നിങ്ങൾക്ക് അറിയാമോ ഈ 8 അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന്? ആ അഷ്ടാംഗ മാർഗങ്ങൾ ടീച്ചർ ഇവിടെ കാണിക്കുക, എല്ലാവരും അതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അഷ്ടാംഗ മാർഗങ്ങൾ, അതായത് ഈ 8 മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 8 മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ ഈ 8 മാർഗങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പാടുകളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ 8 മാർഗങ്ങൾ എന്ന് പറയുന്നത്? റൈറ്റ് വ്യൂ, റൈറ്റ് ഇൻറ്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് കോൺസെൻട്രേഷൻ, റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? റൈറ്റ് വ്യൂ പറഞ്ഞാൽ എന്താ? ശരിയായ കാഴ്ചപ്പാട്. അതായത് എല്ലാം നമ്മൾ ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ അവിടെ തെറ്റ് എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല, ശരി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകണം. നെക്സ്റ്റ് വൺ റൈറ്റ് ഇൻറ്റൻഷൻ, നമുക്ക് നല്ല ഇൻറ്റൻഷൻ ഉണ്ടാവണം, നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവണം. റൈറ്റ് സ്പീച്ച്, നല്ലത് മാത്രം സംസാരിക്കുക. റൈറ്റ് ആക്ഷൻ, നല്ല പ്രവൃത്തികൾ ചെയ്യുക. അതുപോലെ റൈറ്റ് ലൈവ്ലിഹുഡ്, നല്ല ജീവിത രീതികൾ നമ്മൾ ഫോളോ ചെയ്യുക. റൈറ്റ് എഫേർട്ട്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പരിശ്രമം വേണം, നമുക്ക് എഫേർട്ട് വേണം. ഓക്കെ, ദെൻ റൈറ്റ് കോൺസെൻട്രേഷൻ, നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ഇനി റൈറ്റ് മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ നല്ല ഒരു മനസ്ഥിതിയും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ, 8 മാർഗങ്ങൾ നമ്മൾ ഈ ബുദ്ധമതത്തിൽ പറയുന്ന, അല്ലെങ്കിൽ ശ്രീ ബുദ്ധൻ പറയുന്ന ഈ 8 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസയേഴ്സും സഫറിങ്സും എല്ലാം ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കൂടുതലായിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 8-fold പാത്ത് അല്ലെങ്കിൽ ഈ 8 മാർഗങ്ങൾ പഠിച്ചു. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇനി ഈ പാഠം കഴിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.